കേസ് ജയം, കേസിൽ ജയിക്കാം, വസ്തു വിൽപ്പന, ഇതൊന്നും നടക്കുന്നില്ല, വല്ല വിദ്യാ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വിദ്യാ പഠനം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഉച്ഛിഷ്ട ഗണേശ ധ്യാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഉച്ഛിഷ്ട ഗണേശ ധ്യാനം എന്ന് പറയുന്നത് ഉച്ഛിഷ്ട ഗണപതിയെ നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ വസ്തു വിൽപ്പനയ്ക്ക് നല്ലതാണ്, കേസിൽ ജയിക്കാനായിട്ടൊക്കെ നല്ലതാണ്. അത് ഉച്ഛിഷ്ട ഗണപതിയുടെ രൂപം എന്ന് പറയുന്നത് വീണ, നീലത്താമര, കതിര്, തുമ്പിക്കൈല്, മാതളം ഇവയോട് കൂടിയവനാണ് ഉച്ഛിഷ്ട ഗണപതി എന്ന് പറയുന്ന ഗണേശൻ. വിദ്യാവിജയമാണ്. കേസ് ജയിക്കാനായിട്ട് നമുക്ക് ഈ ഉച്ഛിഷ്ട ഗണപതിയെ ധ്യാനിക്കാം. ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസിക്കുന്നത് നല്ലതാണ്. ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസിക്കുന്നത് കൊണ്ട് വസ്തു കച്ചവടം നടക്കാതിരിക്കുന്ന സമയത്ത് ഉച്ഛിഷ്ട ഗണപതിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസം ഇത്ര ഒരു എന്ന് വെച്ചിട്ട് കണക്കിന് ഗുരുവിൽ നിന്നും ദീക്ഷയെടുത്തിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മുടെ വസ്തുക്കളൊക്കെ വിറ്റുപൊക്കോടും. മന്ത്രം ഇതാണ്. ഉച്ഛിഷ്ട ഗണപതിയെ ഉപാസിക്കാനുള്ള മന്ത്രം എന്ന് പറയുന്നത് ഇതാണ്: നീലാബ്ജ ദാഡീമി ഗുഞ്ചാക്ഷ സൂത്രകം ദദ ദുച്ഛിഷ്ട നാമായാം ഗണേശ പാതുമോചകം. 108 ഉരുവാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. തെറ്റുകൂടാതെ, സംസ്കൃതം ആയതുകൊണ്ട് തെറ്റുകൂടാതെ എഴുതിയെടുത്ത് വളരെ അക്ഷരസ്ഫുടതയോടുകൂടി വേണം ജപിക്കാൻ. മന്ത്രങ്ങൾ തെറ്റുകയോ അല്ലെങ്കിൽ അതെന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വൈബ് ഇല്ലാണ്ടാവും. നീലാബ്ജ ദാഡീമി കുഞ്ചാക്ഷ സൂത്രകം ധത ദുച്ഛിഷ്ട നാമായാം ഗണേശ പാതുമോചകം. തെറ്റില്ലാതെ കേട്ട് എഴുതിയെടുത്ത് നമ്മൾ ജപിക്കുക, വളരെ നന്നായിരിക്കും.